അതാ പറ മജീഷ് ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നീണ്ടകരയിലൊരു ഫിഷിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജോർജ് എൻ്റെ കൂടെയുണ്ട്, നമ്മുടെ D3 ഫിഷിങ്ങിലെ ദിവിനും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റത്തൊമ്പനും ചെമ്മീനൊക്കെ ആയിട്ട് നല്ല തന്നെ ഒരു ഫിഷിങ് ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ശക്തികുളങ്ങരയിൽ ഉള്ള ഒറ്റത്തൊമ്പൊക്കെ ആയിട്ട് ഞാനും നമ്മുടെ D3 ഫിഷിങ്ങിലെ ദിവിനും എല്ലാവരും ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോർജൊക്കെ ഉണ്ട്. അപ്പം ദിവൻ ഫസ്റ്റ് തന്നെ കാസ്റ്റ് ചെയ്യും കേട്ടോ. ഒറ്റത്തൊമ്പതിൽ നിന്ന് എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല, നമ്മളെ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കാസ്റ്റിങ് തുടങ്ങി ഉണ്ടോ. അപ്പോൾ നല്ല ലോങ് എറിഞ്ഞ് വിട്ടിട്ട് ഉണ്ടോ അവിടെ ചെന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടിന്യൂ ഫാസ്റ്റിൽ വലിക്കുക. അന്നാതെ തന്നെ മീൻ പുറകെ ഫോളോ ചെയ്ത് വന്ന് അടിച്ചിരിക്കും. ഉണ്ടോ, വരുന്ന ഭാഗം നിങ്ങൾക്ക് കാണാതിരിക്കും. ഉണ്ടോ, പുറകെ ഉണ്ടായിരുന്നല്ലേ. ഉണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് വലിക്കേണ്ടത്. അപ്പം വീണ്ടും നമുക്ക് ചൂണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ കാസ്റ്റിങ് വീണ്ടും ഞാനും തുടങ്ങുവാണ്. എറിഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓ, ഫോളോ ചെയ്യുന്നുണ്ടല്ലേ. ഓ എൻ്റെ പൊന്നെ, അയ്യോ കിളയായിട്ടുള്ള പുറകെ അടിച്ചില്ല. മാതാമറേ നമ്മളെ ഒറ്റത്തുമ്പി വന്നിട്ട് നമ്മുടെ ഡിവിനൊരു വറ്റയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു വറ്റ കണ്ടാ, അടിയിലത്തെ കുളത്തിൽ. അപ്പോൾ നമ്മുടെ ജോർജ് ഒറ്റത്തുമ്പ് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റത്തുമ്പ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം ദിവിന് ഫസ്റ്റ് വേറെ ഒരു വറ്റ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നമുക്ക് കാസ്റ്റിങ്ങൊക്കെ തുടങ്ങാം. അപ്പോൾ അതേപോലെ ചൂണ്ടയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റില്ല, 1.5 മീറ്ററിൽ ലൈൻ എടുക്കുക, ഫ്രണ്ടിൽ നിന്നുണ്ടോ ഈയം കെട്ടുക. നമ്മുടെ ഒറ്റത്തുമ്പൻ ഇതാണ് കിടക്കുന്നത് കേട്ടോ. ഇതുണ്ടോ കിടക്കണ കേട്ടോ. അപ്പോൾ 2 കൊളുത്താണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഒന്ന് ടെയിലിൻ്റെ അടുത്തും ഒന്ന് ടെയിലിൻ്റെ അകത്തും കണ്ടോ. അപ്പോൾ ജോർജ് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോർജ് വല്ല അടിച്ചോ? ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. പാറ്റാറേ നമ്മുടെ ഒറ്റത്തുമ്പം കാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല സ്പീഡിൽ തന്നെ കറക്കണം കേട്ടോ, എന്നാലേ ഓ ഫോളോ ഉണ്ട് കേട്ടോ. അടിച്ചില്ല പുറകെ അടിച്ചില്ല. അപ്പോൾ നല്ലേ ഞാൻ വീണ്ടും കാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം നല്ലൊരു തന്നെ ഫോളോ ചെയ്ത് പുറകെ വരുന്നുണ്ട് കേട്ടോ മീൻ. അപ്പോൾ നമ്മുടെ ജോർജ് അല്ലേ 2 പാറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സബിക്ക് കേട്ടോ നമ്മുടെ ജോർജ്. കണ്ട സൈസ് ഉണ്ടോ? ചെറുതല്ലേ? ആ സബിക്കാണോ? ആ കൊള്ളാം. അപ്പോൾ ഇവിടെ കാശി ഇവിടെ അടിക്കുന്ന ഇച്ചിരി സൈസായിട്ടാണ് കാണിക്കുന്നത്. എന്താണെന്ന് കാശി കിടക്കാം, നോക്കിയത് തരണം കേട്ടോ. ജോർജിനെ കാണത്തില്ല കല്ല് കാരണം. അപ്പോൾ അതാ പറഞ്ഞാൽ ചെറിയ കൊളുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ എന്നിട്ട് താഴെ അടിത്തട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്നാലും ചെമ്മീൻ എടുത്ത് കേട്ടെ. ഇതല്ലേ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കോർക്കും കേട്ടോ. ഇതല്ലേ കോർത്തിട്ടുണ്ട്. നമ്മൾ എറിഞ്ഞില്ല. വെയിറ്റ് ഒന്നും ചെറിയൊരു വെയിറ്റേ ഉള്ളൂ കേട്ടോ, ഒരു ഓവർ വെയിറ്റ് ഒന്നും ഇല്ല. എന്തായാലും നോക്കാം, എന്തേലും അടിക്കുമോ നോക്കാം കേട്ടോ. ചെറുത് എന്തേലും പാമ്പാണ്. ഇത് കണ്ടോ, ഇനി പാമ്പാ കേട്ടോ. എനിക്ക് അടി കിടന്നിട്ട് കിട്ടിയ പാമ്പാ. അയ്യ കേട്ടോ, ചെറിയ പാമ്പ്. മീനൊന്നുമില്ല, ഇപ്പം കുഞ്ഞു പാമ്പാണ് കയറുന്നത്. എന്നാ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങളെ എൻ്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ ബ്രോ ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ കടമ്പിനെ പിടിക്കുന്നത്. അപ്പം മൈദയാണ് കോർത്തിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 ചെറിയ കൊളുത്തിട്ടിട്ട് അതിൻ്റെ ഫ്ലോട്ട് അടുപ്പിച്ചിട്ടിട്ട് കണ്ടോ ഇടുകയാണ്. എന്താണെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. അനീഷ് തെരുതര ട്രൈ ചെയ്തിട്ടുണ്ടോ, തീറ്റ തെരുതര കുത്തിപ്പറിച്ച് കളയുന്നുണ്ട്. ഉണ്ടേ ഒരു കണവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനീഷ് ന്യായമായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അനീഷ് പിടിച്ച് വെക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചു അനീഷേ, കണ്ട മത്തിയുടെ അത്രേ ഉള്ളൂ അനീഷേ. അപ്പോൾ വീണ്ടും അനീഷ് ഇടുക കേട്ടോ. നല്ല ഉറങ്ങി. നമ്മുടെ അനീഷിൻ്റെ നാട് കൊട്ടാരക്കരയിലാണ് കേട്ടോ. അപ്പോൾ നീണ്ടകര ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും പുള്ളിയാണ് ആ സഞ്ചിക്കകത്ത് അത്യാവശ്യം നിറച്ച് കണമ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആണ്ട മുഴുത്ത കണമ്പ കേട്ടോ, അത്യാവശ്യം മുഴുത്ത കണമ്പ. പക്ഷെ ഒന്ന് കാണിച്ചാലേ, ഇതുണ്ട കൊള്ളാം. പൊളിച്ച്. അപ്പോൾ അച്ഛന്മാരെ ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വേറെ പോകുന്ന സ്ഥലം നമ്മുടെ അഴീക്കലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ചെന്ന് അഴീക്കൽ ചെന്ന് കയറാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. എന്തായാലും നല്ല വെയിലൊക്കെ കൊണ്ടങ്ങ് പോവുക.
ഇന്നെന്നാള് ശോകമാണോ നല്ലതാണോ ഒന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് സ്പോട്ടിലേക്ക് ചെന്ന് കാണാം. ഓക്കെ. അപ്പോൾ മാറ്റാൻ പറ നേരെ അഴീക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. അഴീക്കൽ ബീച്ചിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ അത്യാവശ്യം നല്ല കരയായിട്ട് കിടക്കാറുണ്ട്. കടൽ ശരിക്കും അങ്ങ് ഇറങ്ങിപ്പോയി കണ്ടോ. പകുതിക്കോളം കഴിഞ്ഞ കൊല്ലത്തോളം തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കഴിച്ചുകൊണ്ടിടാനാണ് വന്നിരിക്കുന്നത്. വലിയ മീനൊന്നും അടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചത്ത ചെമ്മീൻ മാത്രമേ ഉള്ളൂ. ലക്കാളെ വലിയ മീൻ കിട്ടിയെങ്കിലാവും. എന്താണ് നല്ല വെയിലാണ്. നമ്മുടെ ജോർജൊക്കെ മടുത്ത് രാവിലെ വെളുപ്പിന് 2 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്നാൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാമെന്നൊക്കെ ഓർത്ത് കയറുക. ഓക്കെ. അപ്പോൾ നേരെ കഴിഞ്ഞപ്പോൾ വൈറ്റൊക്കെ ഓർത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ മാറ്റാമാറേ നമ്മൾ സ്പോട്ടിൽ വന്ന് കഴിച്ചുകൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് എന്നാളും വിടാൻ പോവുകയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കണം. എന്നാലും ജോർജ് അല്ല ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ബോട്ട് ശരിക്കും കയറി വരുന്നുണ്ട് കേട്ടോ. എന്നാലും കഴിച്ചുകൊണ്ടേ ഇടുന്നത്. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട ചെപ്പേരിയുടെ കുഞ്ഞുങ്ങൾ അല്ല ഏരിയുടെ കണ്ടോ. ഏരിയുടെ കല്ലനേരി കണ്ടോ. ഫസ്റ്റ് വന്നപ്പോൾ എന്നാലും നമ്മൾ കഴിച്ചുകൊണ്ട് നല്ല ഏരി അടിച്ചിട്ടുണ്ട്. ഉള്ള അപ്പോൾ നമ്മൾ ജോർജ് ചൂണ്ടിട്ടിരിക്കുന്നു കേട്ടോ. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആണ്ടേ വെറൈറ്റി വേറൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ. ആണ്ടെ അയ്യോ താഴെ പോയി. എൻ്റെ പൊന്നെ ഇത് കണ്ടോ. നമുക്കൊരു മീനോടെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ നച്ചര കേട്ടോ. നച്ചറ കണ്ടോ. നല്ല കിടിലിൻ്റെ ഒരു മീൻ. പൊളിച്ച് താഴെ പോകാൻ വെച്ചാൽ മതിയായിരുന്നു. കയ്യൊക്കെ ഉണ്ടോ പണിയാണ് കേട്ടോ. ഈ സാധനം ഡേഞ്ചറാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടി. നമ്മൾ വീണ്ടും ഇടുക കേട്ടോ. ഇവിടെ ഇട്ടിട്ടുണ്ട്. താഴെ ചെല്ലുക അടിച്ച് താത്തുവാണെ വലിച്ചിങ്ങ പൊക്കും നമ്മൾ. അവിടെ അടുത്തത് കയറി. അതവിടെ വെറൈറ്റി മീനുണ്ടോ. ഇതുണ്ടോ. ഇത് ചെപ്പേരിയുടെ വേറൊരു വകതേരം മീനാണ്. കണ്ടോ നോക്കി നല്ല ഡിസൈനൊക്കെ ഉണ്ടോ. വരയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. കണ്ടോ ഇതുണ്ടോ. എൻ്റെ വർക്ക് കണ്ടോ. പ്രത്യേകത്തെ രീതിയിൽ വർക്കാണ് കേട്ടോ. കൊള്ളാം കൊള്ളാം. ആണ്ടേ ജോർജിനൊരു കളർ ഫിഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണ് ജോർജ് ചെറിയൊരു കളർ ഫിഷാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ മാത്താ പറ അഴീക്കൽ വന്നപ്പോൾ നമ്മുടെ സുമേഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സുമേഷ് രാവിലെ വന്ന് അവൻ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളെ കണ്ടുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. വീണ്ടും ഫിഷിങ് നമ്മുടെ കൂടെ ചെയ്യുകയെന്ന് പറഞ്ഞ് നിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ ഫിഷിങ് ചെയ്യുന്നത്. ഓക്കെ. ആണോ സുമേഷിന് ഒരു നച്ചര അടിച്ചിട്ടുണ്ട് കേട്ടോ. 2 കൊടുത്ത് വെച്ചൊക്കെയാണ് ഇടുന്നത്. ഇതുണ്ടോ. അപ്പോൾ വന്ന് ആശാനൊരു ചെറിയ നച്ചര അടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ. പൊളി സുമേഷേ. അപ്പോൾ ആ സുമേഷിൻ്റെ മീനായി കിടക്കുന്നത് കേട്ടോ. ഇതുണ്ട് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടോ. ഇതുണ്ടോ. അടുവ് കിടക്കുന്നുണ്ടോ. നല്ല മുഴുത്ത അടുവ് കിടക്കുന്നുണ്ടോ. അതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നമുക്കും നോക്കാം. ആണോ നമ്മുടെ സുമേഷിന് മീൻ അടിച്ചിട്ടുണ്ട്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. വറ്റ. പൊളിച്ചു പോകാനേ. ആണോ നമ്മുടെ സുമേഷ് വറ്റ കയറിയിട്ടുണ്ട് കേട്ടോ. അല്ല കിടലിനൊരു വറ്റ. ആണോ വറ്റ കണ്ടോ. കൊള്ളാം. നമുക്കിവിടെ മീനാണ് കേട്ടോ. ഇത് കിടക്കണേ നച്ചറ തന്നെ. കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതുണ്ടോ നിറച്ച് നച്ചറ കിടക്കും. ആക്കെ നിറച്ചുണ്ട്. കൊള്ളാം. അപ്പോൾ അതാ പറയാം ഈ കൊച്ചു ഫിഷിംഗ് ആണ്. വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ ഒരു 2-3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 2 പുലിമുട്ടേ പോയി. തങ്കശ്ശേരിയിലും അല്ല നീണ്ടകരയിലും അഴീക്കലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.